ഹരിയാനയിലെ ഗുരുഗ്രാമിന് സമീപം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ഛേദിക്കപ്പെട്ട ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ സംഭവം നരബലിയാണോ എന്ന് സംശയം. 6-നും 10-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടിയുടെ തലയും കാലും ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അജീഷ്, വളരെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് അജീഷ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിവരങ്ങൾ. ഈ ബുധനാഴ്ചയാണ് ഈ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഒരു പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. അതൊരു ഹൈവേയുടെ വശത്തായിട്ട് ഒരു കൃഷി ഇടത്തായിരുന്നു ഈ മൃതശരീരങ്ങൾ കിട്ടിയത്. അത് അറ്റനിലയിൽ തലയും ഒപ്പം തന്നെ ഇടതു കാലിന്റെ ഭാഗവുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഒരു കർഷകനാണ് ഇക്കാര്യം പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് ഈ ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നൊരു സംശയം ഉയർന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മൃതദേഹത്തിന്റെ ഈ ശരീരഭാഗങ്ങൾ കിട്ടിയ സ്ഥലത്ത് നിന്ന് ഈ പെൺകുട്ടിയുടെ മുടി അത് നുറുക്കി ഇത് മാറ്റിയിട്ട നിലയിലുണ്ടായിരുന്നു. മാത്രമല്ല ഈ രക്തത്തുള്ളികൾ ഈ ശരീരഭാഗങ്ങളുടെ ഭാഗത്ത് തളിച്ച നിലയിലും ഉണ്ടായിരുന്നു. അത് ഈ നുറുക്കിയ സമയത്ത് ഉണ്ടായതല്ല, അത് പ്രത്യേകമായി ഈ തുള്ളികൾ ഈ ശരീരഭാഗത്ത് തളിച്ചതാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. അങ്ങനെയാണ് ഇതൊരു ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നരബലിയുടെ ഭാഗമായിട്ട് ഈ പെൺകുട്ടിയെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയതാകാമെന്നൊരു സംശയത്തിലെത്തി. ഇതൊരിക്കലും ഈ പെൺകുട്ടിയുടെ പ്രായമോ അല്ലെങ്കിൽ മരിച്ചതാരാണ് എന്നുള്ള വിവരങ്ങളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. ഈ ഹരിയാനയിൽ മാത്രമല്ല ഈ ഡൽഹിയിലെയും കാണാതായ പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. 6-നും 10-നും വയസ്സിനിടയിൽ പ്രായമുള്ള പെൺകുട്ടിയുടെ മൃതദേഹമാണ് എന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം. പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കൊലപാതകത്തിന്റെ രീതികൾ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ. എന്തായാലും പോലീസ് വിശദമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. ആ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ സമീപ പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ കാണാതെ മിസ്സിംഗ് കേസുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. എന്തായാലും ഈ നരബലി കേരളത്തിലടക്കം നമ്മൾ കേട്ട സംഭവമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് സമാനമായ ഒരു സംഭവം, അത് ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകം, ഒരു പെൺകുട്ടിയെ വെട്ടിനുറുക്കി ശരീരഭാഗങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കൊലപാതകം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ശരീരഭാഗങ്ങൾ ഉപേക്ഷിച്ചത് എന്നുള്ള ഒരു വിലയിരുത്തലാണ്. ശരീരഭാഗങ്ങളൊക്കെ തന്നെ വളരെയധികം അഴുകിയ നിലയിലാണ് കാണപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.